ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൽ വരുന്ന മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. രസകരമായ ഒരു ചിത്രത്തിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നോക്കാം. ചിത്രം ആരംഭിക്കുമ്പോൾ കഥാനായകൻ അവൻ്റെ അവധിക്കാലം ആഘോഷിക്കാനായി അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ട്രെയിനിൽ ഇറങ്ങിയ അവനെ കൂട്ടിക്കൊണ്ടുപോകാനായി ആരെയും കാണാത്തതിൻ്റെ കലിപ്പിൽ അവൻ നിൽക്കുമ്പോൾ അങ്കിൾ അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ കൊണ്ടുപോകുന്നു. അവിടെ അവർ ഒരു കൂട്ടുകുടുംബമായാണ് താമസിക്കുന്നത്. അവരെയൊക്കെ കണ്ട് ഹീറോ ആകെ ടെൻഷനായി. ഹീറോയെ ആരും വളർന്ന ശേഷം കണ്ടിട്ടില്ലാത്തതിനാൽ പലർക്കും അവനെ വീണ്ടും പരിചയപ്പെടുത്തേണ്ടി വരുന്നു. അവിടെ ഹീറോയ്ക്ക് വേറെയും ആൻറ്റിമാരും അങ്കിളും ഉള്ളതായി കാണിക്കുന്നു. അവർക്കൊപ്പം ഓരോ ദിവസമായി ചെലവഴിക്കാനും അവൻ തീരുമാനിച്ചു. അടുത്ത ദിവസം ഹീറോ അവൻ്റെ അങ്കിളിൻ്റെ തയ്യൽക്കടയിലേക്ക് പോകുന്നു. അവിടെ അങ്കിളിൻ്റെ അളവെടുപ്പ് ഒക്കെ കണ്ട് ഹീറോ വായും പൊളിച്ച് ഇരിക്കുന്നു. ശേഷം അങ്കിളിൻ്റെ മകൾ അവിടെ എത്തുന്നു. അവളോട് ഹീറോയ്ക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടം തോന്നി തുടങ്ങി. അടുത്ത സീനിൽ ഹീറോയുടെ അങ്കിൾ ചിത്രം വരയ്ക്കാനായി അവനെ പഠിപ്പിക്കുന്നു. ഒപ്പം അങ്കിളിൻ്റെ മകളും ഉണ്ടായിരുന്നു. തുടർന്നങ്ങോട്ട് ഹീറോ അവളുമായി നല്ല കമ്പനിയാകാൻ തുടങ്ങി. തുടർന്ന് ഹീറോ അവൻ്റെ ചിറ്റപ്പനെയും അവരുടെ വീട്ടിലെ ജോലിക്കാരനെയും പന്തികേടായ ഒരു സാഹചര്യത്തിൽ കാണുന്നു. അയാൾ ഭാര്യയോട് അടുപ്പം കാണിക്കാത്തതിൻ്റെ കാരണം ഹീറോയ്ക്ക് അപ്പോൾ ബോധ്യമായി. അടുത്ത സീനിൽ ഹീറോ ആൻറ്റിയുടെ റൂമിലേക്ക് പോകുന്നു. അവിടെ അവർ വേഷങ്ങൾ മാറുന്നതിൻ്റെ തിരക്കിലായിരുന്നു. എന്നാൽ ഹീറോയോട് അവർ മറ്റൊരു സമീപനത്തോടെ പെരുമാറാൻ തുടങ്ങി. ഹീറോ ആ നേരം ഒന്ന് പേടിച്ചെങ്കിലും അവിടെ നിന്നും രക്ഷപ്പെടാനായി അവൻ ചിറ്റപ്പനും ജോലിക്കാരനുമായി നടന്ന സംഭവങ്ങൾ അവരോട് പറയുന്നു. അത് കേട്ട ആൻറ്റിക്ക് ഈ കാര്യം നേരത്തെ അറിയാമായിരുന്നുവെന്നും നീ ഇതിപ്പോൾ ആരോടും പറയണ്ട എന്നും അവർ പറഞ്ഞു. അടുത്ത സീനിൽ ചിറ്റപ്പൻ്റെ സങ്കടം കണ്ട് ഭാര്യ അയാളെ ആശ്വസിപ്പിക്കുന്നു. തന്നോട് താല്പര്യമില്ലെങ്കിൽ കൂടിയും അവർ അയാളെ നന്നായി നോക്കുന്നു. അതോടൊപ്പം അയാളിൽ തനിക്ക് വേണ്ട സന്തോഷം ലഭിക്കാത്തതിലും അവർക്ക് വിഷമം ഉണ്ടായിരുന്നു. ഇതൊക്കെ മാറി നിന്ന് കാണുന്ന ഹീറോയ്ക്ക് അവർക്കിടയിലെ സ്നേഹത്തിൻ്റെ വിലയും മനസ്സിലാകുന്നു. ശേഷം ഹീറോയെ അന്നത്തെ രാത്രി അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോയി കിടക്കാനായി അവർ അവനോട് പറഞ്ഞു വിടുന്നു. അടുത്ത ദിവസം ഹീറോ അങ്കിളിൻ്റെ മകൾക്കൊപ്പം സമയം ചെലവഴിക്കുന്ന നേരം അവിടെ മറ്റൊരു ലവേഴ്സ് ഓടി വന്ന് റൊമാൻസ് ചെയ്യുന്നത് അവർ കാണുന്നു. ശേഷം അവർ ഒന്ന് അടുത്ത് വന്നപ്പോഴേക്കും ഒരു നാൾ ഹീറോയുടെ അച്ഛൻ അവന് കോൾ ചെയ്യുന്നു. ഉടനെ ഞാൻ അവിടെ എത്തി നിന്നെ തിരികെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് അച്ഛൻ അവനോട് പറഞ്ഞു. അത് കേട്ട ഹീറോ ആകെ വിഷമിച്ച് ഈ കാര്യം അങ്കിളിൻ്റെ മകളോട് പറഞ്ഞു. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം പിരിയാൻ കഴിയാതെ ആകുന്നു. ശേഷം അവർ രണ്ടുപേരും മുത്തശ്ശൻ്റെ മുറിയിലേക്ക് പോകുന്നു. അയാൾക്ക് കാര്യങ്ങളൊന്നും തീരെ ഓർമ്മയില്ല. അതറിയാതെ ഹീറോ അയാളോട് സംസാരിക്കുന്നു. അയാൾ പണ്ട് കാലത്ത് ചെയ്തു മറച്ചുവെച്ച പല രഹസ്യങ്ങളും ഹീറോയോട് പറയുകയും ചെയ്യുന്നു. ഗൗരവമുള്ള ആ കാര്യങ്ങളൊക്കെ കേട്ട് ആകെ ഭയന്നുപോയ ഹീറോ ഒരു വഴിക്ക് മുത്തശ്ശനെ ഉറക്കിയിട്ട് അവിടെ നിന്നും തടി തപ്പുന്നു. അടുത്ത സീനിൽ ഹീറോയുടെ മറ്റൊരങ്കിളിൻ്റെ മകളുടെ റൂമിലേക്ക് അവൻ പോകുന്നു. അവൾ അവിടെ മേക്കപ്പ് ചെയ്യുന്നത് ഹീറോ കാണുന്നു. ഹീറോയെ കണ്ട അവൾ അവനും മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അവൾക്ക് മയക്കുമരുന്നിൻ്റെ ഉപയോഗമുണ്ടെന്ന് ഹീറോയ്ക്ക് നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നതിനാൽ അവൻ ആ കാര്യം അവളോട് ചോദിക്കുന്നു. അത് കേട്ട് ഭയന്ന അവൾ ഹീറോയോട് ഈ കാര്യം മറ്റാർക്കും അറിയില്ല എന്നും നീ ഇതെങ്ങനെ അറിഞ്ഞതെന്നും ചോദിക്കുന്നു. നീ ഈ കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ നിന്നെ ഞാൻ വിടില്ല എന്നും പറഞ്ഞ് അവൾ ഹീറോയെ വിലക്കുന്നു. ശേഷം രാത്രിയിൽ അവളുടെ അമ്മ തൻ്റെ വീട്ടിൽ വൈകിയെത്തിയ മകളുടെ കള്ളക്കളികൾ കൈയോടെ പിടികൂടുന്നു. അതോടെ ഹീറോയെ അവൾ സംശയിക്കാൻ തുടങ്ങി. എന്നാൽ താനൊന്നും ആരോടും പറഞ്ഞിട്ടില്ല എന്ന് ഹീറോ അവളോട് പറയുന്നു. ഒടുവിൽ അച്ഛനോട് അവൾ ചൂടായി സംസാരിച്ചതോടെ അയാൾ ടേബിളിലിരുന്ന സാധനങ്ങളൊക്കെ വലിച്ച് അവിടെയെല്ലാം എറിയാനും അവളോടുള്ള ദേഷ്യം അതിലൂടെ കാണിക്കാനും തുടങ്ങുന്നു. അടുത്ത നാൾ മുത്തശ്ശനെ വീട് മുഴുവൻ നോക്കിയിട്ടും കാണുന്നില്ല എന്ന ആൻറ്റി എല്ലാവരോടും വന്ന് പറയുന്നു. ആ പരിസരം മുഴുവൻ നോക്കിയിട്ടും കാണാതെ വന്നപ്പോൾ ഒടുവിൽ വഴിയോരത്തൊരു മരച്ചുവട്ടിൽ വച്ച് അയാളെ കണ്ടെത്തുന്നു. കാര്യം തിരക്കിയപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങിയതോടെ തിരിച്ചു പോകാനുള്ള വഴിയും ഒപ്പം താൻ ആരെന്ന് പോലും അയാൾ മറന്നുപോയതായി മുത്തശ്ശൻ അവരോട് പറയുന്നു. ശേഷം അവർ മുത്തശ്ശനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. എന്നാൽ താൻ വീട്ടിലേക്ക് വരുന്നില്ല, തനിക്ക് കടൽ കാണാൻ പോകണമെന്ന് അയാൾ വാശി പിടിക്കുന്നു. ഒടുവിൽ അവർ അയാളെ കടൽക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ വെച്ച് കടൽക്കാറ്റൊക്കെ കൊണ്ടിരുന്ന മുത്തശ്ശൻ ആ നിമിഷം അവനോട് വിട പറഞ്ഞു പോവുകയും ചെയ്യുന്നു. ശേഷം മുത്തശ്ശൻ്റെ ചടങ്ങുകൾ കഴിഞ്ഞ് ഹീറോയുടെ അച്ഛൻ അവനെയും കൂട്ടി തിരികെ പോകാനായി തുടങ്ങുന്നു. ഇത് കാണുന്ന അങ്കിളിൻ്റെ മകൾക്ക് അവനെ പിരിയാൻ കഴിയാതെ നിൽക്കുന്നു. ഹീറോയും അവളെ പിരിയാൻ കഴിയാതെ നിൽക്കുന്നു. ആ സമയം ചിത്രം അവിടെ അവസാനിക്കുന്നു. ചിത്രത്തിൻ്റെ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.